നമസ്കാരം. ഇന്ത്യൻ കായിക രംഗം എന്ന സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ഒളിമ്പിക്സും എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2024 ഒളിമ്പിക്സ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് ഭാഗത്തും അവിടെ നിന്ന് ചോദ്യ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ. നന്നായിട്ട് കേട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF-നായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇങ്ങനെ ക്ലാസ്സൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം വേണം. ആ പ്രോത്സാഹനം നിങ്ങൾക്ക് എങ്ങനെയാണ് തരാൻ പറ്റുന്നത്? വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ, ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ, ഇതിനെ ലൈക്ക് ചെയ്യുന്നതിലൂടെ ഒക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഗൗരവത്തോടു കൂടിയും കൂടുതൽ താല്പര്യത്തോടു കൂടിയും ക്ലാസ് ചെയ്യാനുള്ള ഊർജം നമുക്ക് ലഭിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സ് മത്സരം ഏതാണ്? 1900 പാരീസ് ഒളിമ്പിക്സ് ആണ് അല്ലേ. ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സ് മത്സരം ഏതെന്ന് ചോദിച്ചാൽ 1900 പാരീസ് ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നോർമൻ പ്രിച്ചാർഡ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആര്, അല്ലെങ്കിൽ ആ അത്ലറ്റ് ആര് എന്ന് ചോദിച്ചാൽ നോർമൻ പ്രിച്ചാർഡ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ നോർമൻ പ്രിച്ചാർഡിന് അത്ലറ്റിക്സിൽ 2 വെള്ളി മെഡൽ കൂടി ലഭിച്ചിരുന്നു എന്ന വസ്തുത കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? 1900 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഹോക്കിയിൽ ഒളിമ്പിക്സിൽ നമുക്ക് ഇതുവരെ 8 സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഹോക്കിയിലെ ഒളിമ്പിക്സിൽ ഇതുവരെ നമുക്ക് 8 സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഹോക്കിയിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് ഏത് ഒളിമ്പിക്സിലാണ് എന്ന് ചോദിച്ചാലോ, എങ്കിൽ അതിൻ്റെ ഉത്തരം 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഹോക്കിയിലെ ഇന്ത്യ ആദ്യമായിട്ട് സ്വർണം നേടുന്നത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് അല്ലെ. ഞാൻ പറഞ്ഞു, ഹോക്കിയിൽ ഇതുവരെ ഇന്ത്യക്ക് എത്ര സ്വർണ്ണ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 8 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ മാത്രം കാര്യമാണ്. അതേസമയം ഹോക്കിയിൽ ഇതുവരെ എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ സ്വർണവും വെള്ളിയും വെങ്കലവും ഒക്കെ കൂട്ടി നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 13 മെഡലുകളാണ്. അതായത് 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കല മെഡൽ അല്ലെ. വെങ്കല മെഡൽ എന്ന് പറയുമ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ നമുക്ക് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു. അതുൾപ്പെടെ മൊത്തം 13 മെഡലുകളാണ് ഹോക്കിയിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ എത്ര സ്വർണമുണ്ട്? 8 സ്വർണമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏതാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ 1948 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്. 1948 ലണ്ടൻ ഒളിമ്പിക്സ്. ആ ഒളിമ്പിക്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ഫ്രാൻസിന് എതിരായിട്ടാണ് നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ഏത് രാജ്യത്തിനെതിരായിട്ടായിരുന്നു? ഫ്രാൻസിനെതിരായിട്ടായിരുന്നു. 2-1 എന്ന സ്കോറിന് നമ്മൾ തോൽക്കുകയും ചെയ്തു. എന്തായാലും ആ ഫുട്ബോൾ മത്സരം അരങ്ങേറിയത് എവിടെയാണ്? 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. അപ്പോൾ ആ പോയിന്റുകൾ കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒളിമ്പിക്സ് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. ആ ഹെൽസിങ്കി ഒളിമ്പിക്സിനൊരു പ്രത്യേകതയുണ്ട്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ
ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നു. വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്നു. ആരാണ് ആ വ്യക്തി? KD ജാദവ് ആണ് അല്ലെ. ഏതാണ് ഇനം എന്ന് നിങ്ങൾക്ക് അറിയാം, ഗുസ്തിയിലാണ്. ആദ്യത്തെ വ്യക്തിഗത ഇനത്തിലുള്ള മെഡൽ നമുക്ക് ലഭിക്കുന്നത് ഗുസ്തിയിലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് ആരാണ് നേടിയത്? KD ജാദവ് ആണ് നേടിയത്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതകൾ പങ്കെടുക്കുന്നത് ഈ പറഞ്ഞ ഒളിമ്പിക്സിൽ തന്നെയാണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ്. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതകൾ പങ്കെടുക്കുന്നത് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് തന്നെയാണ്. അതായത് ഒളിമ്പിക്സ് മത്സരത്തിനിറങ്ങിയ ആദ്യ ഇന്ത്യൻ വനിത, സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സ് മത്സരത്തിനിറങ്ങിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ നീലിമ ഘോസ് ആണ്. ഹെൽസിങ്കി ഒളിമ്പിക്സിലോട്ട് 3 വനിതകളാണ് പങ്കെടുത്തത്. പക്ഷെ അതിൽ ആദ്യം മത്സര ഇനത്തിൽ ഇറങ്ങിയത് ആരാണ്? നീലിമ ഘോസ് ആണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നീലിമ ഘോസ് ആണ് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നിങ്ങൾക്കറിയാം പറക്കും സിഖ് എന്നറിയപ്പെടുന്ന അത്ലറ്റ്. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? അത് മിൽഖ സിംഗ് ആണ് അല്ലെ. മിൽഖ സിംഗ് ഇന്ത്യയുടെ വളരെ മികച്ച ഒരു അത്ലറ്റ് ആയിരുന്നു. ആര്? മിൽഖ സിംഗ്. അദ്ദേഹവും ഒളിമ്പിക്സുമായിട്ടൊരു ബന്ധമുണ്ട്. 1960 റോം ഒളിമ്പിക്സ് 1960 റോം ഒളിമ്പിക്സിൽ മിൽഖ സിംഗിന് തലമുടി നാരിഴ വ്യത്യാസത്തിലാണ് മെഡൽ നഷ്ടപ്പെട്ടത്. അപ്പൊ അതൊരു ചോദ്യമാണ്. മിൽഖ സിംഗിന് മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ്? തലമുടി നാരിഴ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ് എന്ന് ചോദിച്ചാൽ 1960 ഏത് ഒളിമ്പിക്സിലാണ്? റോം ഒളിമ്പിക്സിലാണ് അല്ലെ. ഇതുപോലെ നമ്മൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. PT ഉഷയ്ക്കും ഇതുപോലെ ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തലമുടി നാരിഴ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ സെക്കൻഡിന്റെ 100ൽ1 സമയത്തിന്റെ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെങ്കല മെഡൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 1984 ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിൽ അല്ലെ. അത് ആരുടെ കാര്യം പറയുമ്പോഴാണ്? PT ഉഷയുടെ കാര്യം പറയുമ്പോഴാണ്. മിൽഖ സിംഗിന്റെ കാര്യം പറയുമ്പോൾ 1960 ഏത് ഒളിമ്പിക്സ്? റോം ഒളിമ്പിക്സ് അല്ലെ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരി, ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം PT ഉഷയാണ്. ആ ഫൈനലിലാണ് അവർക്ക് ആ മെഡൽ നഷ്ടപ്പെട്ടത്. അതേസമയം ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷൈനി വിൽസൺ. ഫൈനലിൽ എത്തിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PT ഉഷയാണ്. ഇത് രണ്ടും സംഭവിക്കുന്നത് ഏത് ഒളിമ്പിക്സിലാണ്? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലിയാണ്ടർ പയസ് നിങ്ങൾക്ക് അറിയാം, അറിയപ്പെടുന്ന ഇന്ത്യൻ ടെന്നീസ് താരമാണ് ലിയാണ്ടർ പയസ്. ടെന്നീസിൽ ഇന്ത്യക്ക് ഒരേ ഒരു ഒളിമ്പിക് മെഡലേ ഉള്ളൂ. അത് ലിയാണ്ടർ പയസിനാണ് ലഭിച്ചത്. അത് 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് അല്ലെ. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് ആർക്ക്? KD ജാദവിന് ആദ്യമായിട്ടൊരു ഒളിമ്പിക് മെഡൽ സ്വാതന്ത്ര്യാനന്തരം ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 44 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തിഗത ഇനത്തിൽ ഒരു മെഡൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കുന്നത്. ആ മെഡൽ ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ലിയാണ്ടർ പയസിനാണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അല്ലെ. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മത്സരത്തിനിറങ്ങിയ ആദ്യ വനിതയാണ് നീലിമ ഘോസ് എന്ന് പഠിച്ചു. അത് ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ്. അവർക്ക് മെഡൽ ഒന്നും ലഭിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൈനി വിൽസൺ ഉണ്ട്, PT ഉഷയുണ്ട്. അവർക്കൊന്നും മെഡൽ ലഭിച്ചില്ല. പക്ഷെ ആദ്യമായിട്ട് എന്താണ് ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ കർണം മല്ലേശ്വരിയാണ്. ആരാണ്? കർണം മല്ലേശ്വരി അല്ലെ. പേരിൽ തന്നെയുണ്ട്. അവരുടെ ഇനം ഏതാണ്? വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്, ഭാരോദ്വഹനമാണ്. ഭാരോദ്വഹന വിഭാഗത്തിൽ അവർക്ക് വെങ്കല മെഡൽ ലഭിച്ചു. ആർക്ക്? കർണം മല്ലേശ്വരിക്ക്. ഏത് ഒളിമ്പിക്സ് ആണ് എന്നുള്ളതും പ്രധാനമാണ്. 2000 സിഡ്നി ഒളിമ്പിക്സ്. 2000
സിഡ്നി ഒളിമ്പിക്സ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം അല്ലെ. അപ്പൊ KD ജാദവ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ്ലാന്റയിലെ ലിയാണ്ടർ പയസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2000 സിഡ്നി ഒളിമ്പിക്സ് കർണം മല്ലേശ്വരി. ഇതൊക്കെ ശ്രദ്ധിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്, ശ്രദ്ധിച്ചു വെക്കുക തന്നെ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ രാജ്യവർദ്ധൻ സിംഗ് റത്തോഡാണ്. ഒരു സൈനികനാണ്. രാജ്യവർദ്ധൻ സിംഗ് റത്തോഡാണ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിൽ എന്ത് നേടുന്നത്? ഒരു മെഡൽ നേടുന്നത്. അത് വെള്ളി മെഡലാണ്. അത് ഏത് ഒളിമ്പിക്സിലാണ്? 2004 ഏതൻസ് ഒളിമ്പിക്സ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഗുസ്തിയിൽ ആദ്യമായിട്ട് മെഡൽ നേടുന്നത് KD ജാദവാണ്. ടെന്നീസിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് ആരാണ്? ലിയാണ്ടർ പയസ് ആണ്. ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരിയാണ്. ഇപ്പൊ പറഞ്ഞത് ഏതിലാണ്? ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഏതൻസ് ഒളിമ്പിക്സിലെ രാജ്യവർദ്ധൻ സിംഗ് റത്തോർ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യൻ താരം ആര് എന്ന് ചോദിച്ചാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. ചോയ്സിൽ ആദ്യം നീരജ് ചോപ്രയുടെ പേര് തന്നിരിക്കും, നിങ്ങൾ അത് എഴുതി കറുപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചോദ്യം എങ്ങനെയാണ് പറഞ്ഞത്? ആദ്യമായിട്ട് ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അതൊരു ഷൂട്ടിംഗ് താരമാണ്, അഭിനവ് ബിന്ദ്ര. അത് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്യുന്നത്? സ്വർണ്ണ മെഡൽ നേടുന്നത് അല്ലെ. വ്യക്തിഗത ഇനത്തിൽ നമുക്ക് ഒരുപാട് സ്വർണ്ണമൊന്നുമില്ല, 2 സ്വർണ്ണമേ ഉള്ളൂ. ഒന്ന് അഭിനവ് ബിന്ദ്രയ്ക്കാണ്, വേറൊന്ന് നീരജ് ചോപ്രയ്ക്കാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ആദ്യം നേടിയത് ആരാണ്? അത് അഭിനവ് ബിന്ദ്രയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ പിന്നെ നീരജ് ചോപ്ര എന്ന് ഉത്തരം വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ എന്താണ് സ്വർണ്ണ മെഡൽ നേടുന്ന അത്ലറ്റ് ആര് എന്ന് ചോദിക്കണം. ഈ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ ഓട്ടവും ചാട്ടവും പിന്നെ അത് കഴിഞ്ഞിട്ട് ജാവലിൻ ത്രോ ഒക്കെ വരുന്നത് അത്ലറ്റിക്സിനകത്താണ്. അപ്പൊ അതാണ് ആര്? അതാണ് നീരജ് ചോപ്ര. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയാണ്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ അത്ലറ്റ് ആരെന്ന് ചോദിക്കുമ്പോഴാണ് ഉത്തരം വരുന്നത്? നീരജ് ചോപ്ര എന്നുള്ള ഉത്തരം വരുന്നത്. ഏതിലാണ്? ജാവലിൻ ത്രോ എന്ന് പറയുന്ന ഇനത്തിൽ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ആദ്യമായിട്ട് ബോക്സിങ്ങിൽ ഒരു മെഡൽ നേടുന്ന ഇന്ത്യക്കാരൻ, ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം വിജേന്ദർ സിംഗ് ആണ്. ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? വിജേന്ദർ സിംഗ് അല്ലെ. വിജേന്ദർ സിംഗുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് ബോക്സിംഗ് താരമായിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ വാർത്തകളിൽ വന്നിരുന്നു. എന്തായാലും ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ ആദ്യമായിട്ട് മെഡൽ നേടുന്ന ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ വിജേന്ദർ സിംഗ് ആണ്. അതും 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ്. അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയ അതേ ഒളിമ്പിക്സ് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കണം അല്ലെ. ഗുസ്തിയിൽ ആദ്യമാര് നേടി, പിന്നെ അത് കഴിഞ്ഞ് ടെന്നീസിൽ ആദ്യമാര് നേടി, വനിതകളിൽ ആദ്യമാര് നേടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ആദ്യമാര് നേടി, ബോക്സിങ്ങിൽ ആദ്യമാര് നേടി എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. സുശീൽ കുമാർ അറിയപ്പെടുന്ന ഒരു ഗുസ്തി താരമാണ്. സുശീൽ കുമാറിന്റെ കാര്യത്തിനകത്ത് ഒരു റെക്കോർഡുണ്ട്. എന്താണ് റെക്കോർഡ് എന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ടുള്ള 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ താരമാണ് ആര്? സുശീൽ കുമാർ. ഇതിനു മുമ്പ് വേറെ ആരുടെയെങ്കിലും പേര് അങ്ങനെ കേട്ടോ? ഇല്ല. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുശീൽ കുമാർ. അയാൾ ഗുസ്തി താരമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ സുശീൽ കുമാറിന്റെ പ്രാധാന്യം എന്താണ്? തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുശീൽ കുമാർ. ഗുസ്തിയിലാണ്. അപ്പൊ അവിടെ 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലും 2012 ലണ്ടൻ ഒളിമ്പിക്സിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടിയിട്ടുണ്ട്. ഒരു വെള്ളിയും ഒരു വെങ്കലവുമാണ് മെഡൽ നേടിയിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ബാഡ്മിന്റണിൽ
മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ആദ്യമായിട്ട് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ, ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലോട്ട് രണ്ട് പേരുകളായിരിക്കും വരുന്നത്. ഒന്ന് സൈന നെഹ്വാൾ, വേറൊന്ന് PV സിന്ധു. അല്ലെ, സൈന നെഹ്വാൾ വരും, PV സിന്ധു വരും. ഒരു കാര്യം മനസ്സിലെപ്പോഴും വേണം, PV സിന്ധുവിനേക്കാൾ വളരെ സീനിയർ ആണ് ആര്? സൈന നെഹ്വാൾ. അപ്പോൾ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് സൈന നെഹ്വാൾ ആണ്. ബാഡ്മിന്റണിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് ആരാണ്? സൈന നെഹ്വാൾ ആണ്. അത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സിങ്ങിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് ആര് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതൊരു പുരുഷനാണ്, വിജേന്ദർ സിംഗ് ആണ്. അതേസമയം ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, മേരി കോം. ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മേരി കോം ആണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സ് അവർക്ക് അന്ന് കിട്ടിയത് വെങ്കല മെഡലാണ്. സൈനയ്ക്ക് നേരത്തെ കിട്ടിയതും ഏത് തന്നെയാണ്? വെങ്കല മെഡലാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന വനിത PV സിന്ധു ആണ്. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന വനിത ആരെന്ന് ചോദിച്ചാൽ PV സിന്ധു ആണ്. ഇപ്പോൾ മേരി കോമിനായിരുന്നാലും നേരത്തെ സൈന നെഹ്വാളിനായിരുന്നാലും അതിനു മുമ്പ് കർണം മല്ലേശ്വരിക്കായാലും ലഭിച്ചതെല്ലാം ഏത് മെഡലാണ്? വെങ്കല മെഡലാണ്. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് PV സിന്ധു ആണ്. ഇതുവരെ ഒരു വനിതയും എന്ത് മെഡൽ നേടിയിട്ടില്ല? സ്വർണ്ണ മെഡൽ നേടിയിട്ടില്ല. ആകെ 2 സ്വർണ്ണമേ ഉള്ളൂ. ആർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയാം, വ്യക്തിഗത ഇനത്തിൽ. അല്ലെ, ടീം ഇനത്തിൽ ഹോക്കിയിൽ എത്ര സ്വർണ്ണമുണ്ട്? 8 സ്വർണ്ണമുണ്ട്. അത് വേറെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് PV സിന്ധുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലെ, PV സിന്ധുവിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കണം. ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, അല്ലെ, ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? കർണം മല്ലേശ്വരി. ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PV സിന്ധു ആണ്. PV സിന്ധു. അവിടെ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. 2016 റിയോ ഒളിമ്പിക്സിലും 2020 ടോക്കിയോ ഒളിമ്പിക്സിലും അവർക്ക് മെഡൽ ലഭിച്ചിരുന്നു. ബാഡ്മിന്റണിൽ മെഡൽ ലഭിച്ചിരുന്നു. ബാഡ്മിന്റൺ എന്ന് പറയുന്ന ഐറ്റം ഏതാണ്? നമ്മുടെ ഷട്ടിൽ എന്ന് പറയുന്ന കളിയാണ്. പൂന ഗെയിം എന്നൊക്കെ വിളിക്കപ്പെടുന്ന കളിയാണ് ഏത്? ബാഡ്മിന്റൺ. അപ്പൊ PV സിന്ധുവിന് 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. 2 ഒളിമ്പിക്സിലായിട്ട് 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2016 റിയോ ഒളിമ്പിക്സ്, അത് നിങ്ങൾ ഓർക്കണമെന്നില്ല. 2016 റിയോ ഒളിമ്പിക്സിൽ അവർക്ക് വെള്ളി മെഡൽ ലഭിച്ചിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അവർക്ക് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു സുശീൽ കുമാറിന് തുടർച്ചയായിട്ടുള്ള അടുത്തടുത്ത 2 ഈ പറഞ്ഞ ഒളിമ്പിക്സുകളിൽ മെഡൽ നേടാൻ കഴിഞ്ഞു. അല്ലെ, ആ രീതിയിൽ തുടർച്ചയായിട്ടുള്ള അടുത്തടുത്ത 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ഒരു പേരേ ഉള്ളൂ, PV സിന്ധു. ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരം. ഇന്ത്യൻ താരം എന്നല്ല പറഞ്ഞത്, ഇന്ത്യൻ വനിതാ താരം. അല്ലെ, അപ്പൊ ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരമാണ് ആര്? PV സിന്ധു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സാക്ഷി മാലിക്. എന്താണ്? സാക്ഷി മാലിക്. സാക്ഷി മാലിക് എന്ന് പറയുന്നത് ഒരു ഗുസ്തി താരമാണ്. സാക്ഷി മാലിക് ഒരു ഗുസ്തി താരമാണ്. ആദ്യമായിട്ട് ഗുസ്തിയിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരമാണ് ആര്? സാക്ഷി മാലിക്. അല്ലെ, ആദ്യമായിട്ട് ഗുസ്തിയിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. ഗുസ്തിയിൽ ആദ്യമായിട്ട് ഒരു മെഡൽ നേടിയത് KD ജാദവ് ആണ് 1952. പക്ഷേ ആദ്യമായിട്ട് ഗുസ്തിയിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരമാണെന്ന് ചോദിച്ചാൽ സാക്ഷി മാലിക് ആണ്. അത് ബോക്സിങ്ങിലാവുമ്പോൾ മേരി കോം ആണ്. ബോക്സിങ്ങിലാവുമ്പോൾ മേരി കോം ആണ്. ബാഡ്മിന്റണിലാവുമ്പോഴത്തേക്കും ആരാണ്? സൈന നെഹ്വാൾ ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. സാക്ഷി മാലിക് 2014 റിയോ ഒളിമ്പിക്സിലാണ് അവർക്ക് വെങ്കല മെഡൽ ലഭിച്ചത്. ഇതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല, വെങ്കലം എന്ന് പറഞ്ഞാൽ ശരിയാവും. കാരണം വെള്ളി മെഡൽ കിട്ടിയ ഒരാളേ ഉള്ളൂ. ആരാണ്? PV സിന്ധു. അപ്പം ബാക്കിയുള്ള വനിതകളുടെ കാര്യം പറയുമ്പോൾ അവിടെ വെങ്കലം എന്ന് പറഞ്ഞാൽ ശരിയാകും. അപ്പൊ അത് ഓർത്ത് വെക്കണം. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ വേണം. അപ്പൊ തെറ്റത്തില്ല.
ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഞാൻ പറഞ്ഞു നീരജ് ചോപ്ര അല്ലെ, നീരജ് ചോപ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഏതിനാണ്? ജാവലിൻ ത്രോയിലാണ് അല്ലെ. അതായത് അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഏത് ഒളിമ്പിക്സിലാണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിലും നീരജ് ചോപ്രയ്ക്ക് മെഡൽ ഉണ്ട്, പക്ഷെ അത് വെള്ളി മെഡലാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ്. അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു, അത് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ്. അപ്പൊ ആ വർഷവും പിന്നെ അത് കഴിഞ്ഞിട്ട് പേരും മാറിപ്പോകരുത്, മെഡലും മാറിപ്പോകരുത്. അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചത് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ്. നീരജ് ചോപ്രയ്ക്ക് ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ എന്ത് കിട്ടുന്നത്? സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് വെള്ളി മെഡലാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. സുശീൽ കുമാർ തുടർച്ചയായിട്ടുള്ള 2 ഒളിമ്പിക്സിൽ മെഡൽ നേടി. PV സിന്ധു തുടർച്ചയായുള്ള 2 ഒളിമ്പിക്സിൽ മെഡൽ നേടി. ഇതാ ഇവിടെ ഇപ്പോൾ നീരജ് ചോപ്രയും തുടർച്ചയായുള്ള 2 ഒളിമ്പിക്സിൽ മെഡൽ നേടി അല്ലെ. അപ്പൊ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ടോക്കിയോ ഒളിമ്പിക്സിന്റെ കാര്യം പറയുമ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ കാര്യം പറയുമ്പോൾ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിലാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യക്ക് കൂടുതൽ മെഡൽ ലഭിച്ചിരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിലാണ്. എത്ര മെഡലുകൾ എന്ന് ചോദിച്ചാൽ 7 മെഡലുകളാണ്. ഇപ്പോൾ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് എത്ര മെഡലുകളാണ്? 7 മെഡലുകളാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് 6 മെഡലാണ്. ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിരിക്കുന്നത് 7 മെഡലുകൾ ഏത് ഒളിമ്പിക്സ്? 2020 ടോക്കിയോ ഒളിമ്പിക്സ് അല്ലെ. അതിലൊരു സ്വർണ്ണം ഉൾപ്പെടെയാണ് 7 മെഡലുകൾ എന്ന് പറഞ്ഞത്. അതിൽ ആ സ്വർണ്ണം ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 33ാമത് ഒളിമ്പിക്സ്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് വരുന്ന ഒരു കാര്യം കൂടിയാണ്. 2024 33ാമത് ഒളിമ്പിക്സ് അല്ലെ. ആ നമ്പർ ശ്രദ്ധിക്കുക. 33ാമത് ഒളിമ്പിക്സ്. അതിന്റെ വേദി നിങ്ങൾക്ക് അറിയാം, പാരീസ് ആണ് അല്ലെ. 2024 33ാമത് ഒളിമ്പിക്സ് പാരീസ് വെച്ച് നടക്കുന്ന 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. നേരത്തെ ലണ്ടനിൽ വെച്ച് 3 ഒളിമ്പിക്സ് നടന്നിരുന്നു. ഇപ്പോൾ പാരീസിൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ അത് പാരീസ് വെച്ച് നടക്കുന്ന 3ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. 33ാമത് ഒളിമ്പിക്സ് 2024. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫ്രീജിയൻ തൊപ്പികൾ പാരീസ് ഒളിമ്പിക്സിന്റെ എന്താണ് ഭാഗ്യചിഹ്നമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 33ാമത് ഒളിമ്പിക്സ് പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. അതിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 6 മെഡലുകളാണ് ലഭിച്ചത്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71ാമതാണ്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാമതാണ്. 6 മെഡലുകളാണ് ലഭിച്ചത്. 6 മെഡൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ചില ഐഡിയ ഉണ്ട്. അതിൽ ഒരെണ്ണം നീരജ് ചോപ്രയ്ക്കാണ് ലഭിച്ചത്. ഒന്ന് ഇന്ത്യൻ ഹോക്കി ടീമിനാണ്. ഇനിയുള്ളത് 4 മെഡലുകളാണ്. അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഈ അടുത്ത കാലത്ത് നടന്ന ഒളിമ്പിക്സ് ആണ്. അപ്പൊ അവിടെ നിന്ന് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അവിടെ ഓരോരോ ആൾക്കാരായിട്ട് നമുക്ക് പരിചയപ്പെടാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ഒരു വനിതയാണ്, ഷൂട്ടിങ്ങിലാണ്. അവരുടെ പേരാണ് മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ആര് എന്ന് ചോദിച്ചാൽ മനു ഭാക്കറാണ്. ഏത് വിഭാഗത്തിലാണ്? ഷൂട്ടിങ്ങിലാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. മനു ഭാക്കറിന് വെങ്കല മെഡലാണ് ലഭിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. 10 മീറ്റർ എയർ പിസ്റ്റൾ ആ വിഭാഗത്തിൽ അവർക്ക് ലഭിച്ചത് വെങ്കല മെഡലാണ്. അവിടെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗമുണ്ട്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗം, അവിടെയും അവർക്ക് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഒരു ഒളിമ്പിക്സിൽ തന്നെ അവർക്ക് 2 മെഡൽ ലഭിച്ചു എന്നാണ്. നമ്മൾ ഇതുവരെ ഒരാളുടെ കാര്യവും അങ്ങനെ പറഞ്ഞിട്ടില്ല. തുടർച്ചയായി 2 മെഡൽ നേടിയ 2 ഒളിമ്പിക്സുകളിലായിട്ട് 2 മെഡൽ നേടിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടിയ ആൾക്കാരുടെ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞില്ല.
ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം എന്ത് ചെയ്യുന്നത്, ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്നത്. ആരാണ്? മനു ഭാക്കർ. അപ്പൊ മനു ഭാക്കറിന്റെ കാര്യം വരുന്ന പരീക്ഷകൾക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ആര്? മനു ഭാക്കർ അല്ലെ. ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാര് എന്ന് ചോദിച്ചാല് മനു ഭാക്കർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഇനം ഏതാണ്? 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് എന്ന് പറയുന്ന ഇനമാണ്. അതിൽ ഒരാളും കൂടി മത്സരിക്കും. അതൊരു പുരുഷനായിരിക്കും, മിക്സഡ് ആണ്. അപ്പോൾ ഒരു പുരുഷനായിരിക്കും സരബ്ജോത് സിംഗ്. ആരാണ്? സരബ്ജോത് സിംഗ്. മനു ഭാക്കർ സഖ്യത്തിന് 10 മീറ്റർ എന്താണ് എയർ പിസ്റ്റൾ വിഭാഗത്തില് ഷൂട്ടിങ്ങില് പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ലഭിച്ചിട്ടുണ്ട്? വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേര് കൂടി ഒന്ന് ഓർത്തു വെക്കുക, സരബ്ജോത് സിംഗ്. സരബ്ജോത് സിംഗ് അല്ലെ. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, താഴെ തന്നിരിക്കുന്ന 2024 ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ആര്, അല്ലാത്തതാര് എന്ന് പറഞ്ഞ് തന്നാല് സരബ്ജോത് സിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം കാണത്തില്ല. അപ്പൊ അദ്ദേഹത്തിനും എന്ത് കിട്ടിയിട്ടുണ്ട്? മെഡൽ ലഭിച്ചിട്ടുണ്ട്. മിക്സഡ് ആണ്, ഒറ്റ മെഡലായിട്ടേ കൂട്ടത്തുള്ളൂ, ഒരു വെങ്കലമായിട്ടേ കൂട്ടത്തുള്ളൂ. പക്ഷെ അയാൾക്കും വെങ്കലം എന്ത് ചെയ്യാം? പങ്കിടാം അല്ലെ. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു മൊത്തം 6 മെഡലാണുള്ളത്. അതില് ഒന്ന് ഏതിലാണ് കിട്ടിയത്? വെള്ളി, ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക്. വേറൊരു വെങ്കലം കിട്ടിയത് ഏതിലാണ്? ഹോക്കിയിലാണെന്ന് പറഞ്ഞു. മനു ഭാക്കറിന് ഒരു വെങ്കലം കിട്ടിയെന്ന് പറഞ്ഞു, 3 മെഡലായി. മിക്സഡില് ഈ പറഞ്ഞ ഒരു മെഡൽ കിട്ടിയെന്ന് പറഞ്ഞു, അപ്പോൾ 4 മെഡലായി. ഇനിയുള്ളത് എത്ര മെഡലാണ്? 2 മെഡലാണ്. അതിലൊരു മെഡല് ഷൂട്ടിങ്ങിൽ തന്നെ കിട്ടി. കാരണം ഈ 6 മെഡലിൽ 3 മെഡലും ഷൂട്ടിങ്ങിലാണ് ലഭിക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ഇന്ത്യ നേടിയത് ഏത് ഇനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഷൂട്ടിങ്ങിലാണ്. അതായത് മനു ഭാക്കറിന് 2 മെഡൽ കിട്ടിയില്ലേ, 2ഉം ഷൂട്ടിങ്ങിലാണ്. പിന്നെ വേറൊരാൾക്കും കിട്ടിയിട്ടുണ്ട്, സ്വപ്നിൽ കുസാലെ എന്ന് പറയുന്ന ഒരാൾക്കും കിട്ടിയിട്ടുണ്ട്. ആർക്കാണ്? സ്വപ്നിൽ കുസാലെ. അയാൾക്കും ലഭിച്ചിട്ടുണ്ട് വെങ്കല മെഡല്. അപ്പൊ മൊത്തം 3 മെഡലുകളായി അല്ലെ. 3 വെങ്കലമായി, 1 വെള്ളിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വെങ്കലം പറഞ്ഞു, ഹോക്കിയിൽ വെങ്കലമാണ് അല്ലെ. ഹോക്കിയിൽ വെങ്കലം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടി ഇന്ത്യ. ആ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തെറ്റിക്കും. PR ശ്രീജേഷ് എന്ന് എഴുതും. തെറ്റാണ്. PR ശ്രീജേഷ് ഇത്തവണ ക്യാപ്റ്റൻ ആയിരുന്നില്ല. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോളിയായിരുന്നു, മലയാളിയാണ്. ടീമിലുണ്ടായിരുന്ന മലയാളിയാണ്. അതൊക്കെ ശരിയാണ്. ടീം ക്യാപ്റ്റൻ ആരായിരുന്നു ചോദിച്ചാൽ ഹർമൻപ്രീത് സിംഗ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീം, അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് സിംഗ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം അല്ലെ. അപ്പൊ ഹോക്കിയിൽ ഒരു വെങ്കലം കൂടി ഉണ്ട്. പിന്നെ ഒരു വെങ്കലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഗുസ്തിയിലാണ്. എവിടെയാണ്? ഗുസ്തിയിൽ. ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ അമൻ സഹ്റാവത്താണ്. ആരാണ്? അമൻ സഹ്റാവത്ത്. അമൻ സഹ്റാവത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യൻ താരം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യൻ താരമാണ് അമൻ സഹ്റാവത്ത്. ഗുസ്തിയിലാണ് അദ്ദേഹത്തിന് മെഡൽ കിട്ടിയത്. വെങ്കല മെഡലാണ്. മൊത്തം എത്ര മെഡലാണ്? 6 മെഡലാണ്. 1 വെള്ളിയും 5 വെങ്കലവും. ഇത് ആർക്കൊക്കെ കിട്ടി, എങ്ങനെയൊക്കെ കിട്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിനകത്ത് ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. മനു ഭാക്കറിന് ഒരു വെങ്കലം, മനു ഭാക്കർ സരബ്ജിത് സിംഗ് ജോഡി ഷൂട്ടിങ്ങില് വേറൊരു വെങ്കലം, സ്വപ്നിൽ കുസാലെ വേറൊരു വെങ്കലം, അമൻ സഹ്റാവത്ത് വേറൊരു വെങ്കലം, ഹോക്കിയില് വേറൊരു വെങ്കലം, പിന്നെ അത് നീരജ് ചോപ്രയ്ക്ക് ഒരു വെള്ളി. ഇതാണ് 6 മെഡലുകൾ. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ്? ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യൻ താരം ആരാണ്? അമൻ സഹ്റാവത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, സാറല്ലേ നേരത്തെ പറഞ്ഞത് PV സിന്ധു ആണെന്ന്. അത് വനിത എന്ന് ചോദിക്കണം. PV സിന്ധു എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം. ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരമാണ് PV സിന്ധു. എന്തായാലും PV സിന്ധുവിന് കിട്ടിയേക്കുന്നത് 21 വയസ്സിലാണ്. അമൻ സഹ്റാവത്തിന് കിട്ടിയേക്കുന്നത് 21 വയസ്സിലാണ്. പക്ഷേ ഈ പറഞ്ഞ മാസവും ദിവസവും ഒക്കെ കണക്കാക്കുമ്പോൾ PV സിന്ധുവിനേക്കാൾ കുറഞ്ഞ പ്രായത്തിലാണ് അമൻ സഹ്റാവത്ത് നേടിയിരിക്കുന്നത്, മെഡൽ നേടിയിരിക്കുന്നത്. അപ്പൊ വനിതാ താരം ആരെന്ന് ചോദിക്കുമ്പോഴേ PV സിന്ധു ഉത്തരം വരുള്ളൂ. ഇന്ത്യൻ താരം ആണും പെണ്ണും ഒക്കെ ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഏതാണ് വരുന്നത്? അമൻ സഹ്റാവത്താണ്. ഏതിലാണ്? ഗുസ്തിയിലാണ്. ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഹോക്കി ടീമിന്റെ കാര്യം പറഞ്ഞു. ഹർമൻപ്രീത് സിംഗ് ആരാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വിനേഷ് ഫോഗട്ട് 2024
ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദുഃഖമാണ് വിനേഷ് ഫോഗട്ട്, അല്ലെ? മെഡൽ ഉറപ്പിച്ച ഗുസ്തി താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. ഗുസ്തി ഇനത്തിൽ മത്സരിച്ച ഒരു വനിതയാണ്. മെഡൽ ഉറപ്പിച്ചതാണ്. വെള്ളിയോ സ്വർണമോ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ ഫൈനലിന് തൊട്ട് മുമ്പ് ഭാരപരിശോധന നടത്തിയപ്പോൾ വിനേഷ് ഫോഗട്ടിന് 100 ഗ്രാം കൂടുതലായിരുന്നു. അതുകൊണ്ട് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു. അവർക്ക് മെഡൽ ഒന്നും ലഭിച്ചില്ല. വിനേഷ് ഫോഗട്ട് ശ്രദ്ധിച്ചു വയ്ക്കണം. നമ്മൾ ഒളിമ്പിക്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ, ഇന്ത്യൻ ഒളിമ്പിക്സിന്റെ ചരിത്രം പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കും. അതിലൊന്നാണ് റോം ഒളിമ്പിക്സിൽ മിൽഖാ സിംഗിന് മെഡൽ നഷ്ടപ്പെട്ടത്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ PT ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ടത്. അതുപോലെ 2024 പാരീസ് ഒളിമ്പിക്സിൽ ആർക്ക് നഷ്ടം? വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒളിമ്പിക്സും മെഡലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. 2024 കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2024 ഒളിമ്പിക് ഓർഡർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ താരം ആരാണ്? 2024 ഒളിമ്പിക് ഓർഡർ ബഹുമതി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, നിങ്ങൾക്കറിയാം. അവരാണ് ഒളിമ്പിക്സിന്റെ സംഘാടകർ. ആ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നൽകുന്ന ഒളിമ്പിക് ഓർഡർ ബഹുമതി 2024 ലഭിച്ചത് ഒരു ഷൂട്ടിംഗ് താരത്തിനാണ്. അത് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഷൂട്ടിംഗ് താരമാണ്. ആരാണ്? അഭിനവ് ബിന്ദ്ര. അപ്പൊ 2024 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വെക്കണം. ഒളിമ്പിക് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാലോ, ഒളിമ്പിക് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അങ്ങനെ ഒരു ബഹുമതി നേരത്തെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. 1983 കായിക രംഗത്തിന് നൽകുന്ന സംഭാവനകൾ അത് പരിഗണിച്ചു കൊടുക്കുന്ന ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന പുരസ്കാരമുണ്ട്. അങ്ങനെ ഒളിമ്പിക് ഓർഡർ ബഹുമതി ലഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? ഇന്ദിരാഗാന്ധിക്കാണ് ലഭിച്ചത്. അപ്പൊ അഭിനവ് ബിന്ദ്രയ്ക്ക് 2024 ഒളിമ്പിക് ഓർഡർ ബഹുമതി ലഭിച്ചു. ഇതുപോലെ ഒളിമ്പിക് ഓർഡർ ബഹുമതി 1983 നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യത 101% ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ക്രിസ്റ്റി കവൻട്രി ആണ്. ആരാണ്? ക്രിസ്റ്റി കവൻട്രി. അവർക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് ഒരു വനിത വരുന്നത്. ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് ഒരു വനിത വരുന്നത്. ആരാണ്? ക്രിസ്റ്റി കവൻട്രി. അവരെവിടുത്തുകാരിയാണെന്ന് അറിയാമോ? സിംബാബ്വേക്കാരിയാണ്. എവിടുത്തുകാരിയാണ്? സിംബാബ്വേക്കാരിയാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള ഈ പറഞ്ഞ കാൻഡിഡേറ്റ് ആണ്. ആര്? ക്രിസ്റ്റി കവൻട്രി, അല്ലെ? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ നേരത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അവിടെ മെഡലുകൾ നേടിയിട്ടുള്ള ആളാണ്. സിംബാബ്വെ രാഷ്ട്രീയത്തിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അവരിപ്പോൾ എന്തുവായി? ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തുമാണ് ക്രിസ്റ്റി കവൻട്രി. അപ്പോൾ ഇന്ത്യയും ഒളിമ്പിക്സും എന്ന ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് പറ്റും. ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മുങ്ങിപ്പോവും. പഠിക്കുക എന്ന് പറയുന്നത് സാധ്യവുമല്ല. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് മതിയാകും എന്നാണ് എൻ്റെ വിശ്വാസം. നന്നായിട്ട് അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വരുന്ന പരീക്ഷകൾക്ക് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.